ഹേ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഈവൻ ബെഗിനേഴ്സ് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ആൻഡ് ബെഗിനറല്ല ഒരു എക്സ്പേർട്ടായി നിൽക്കുന്ന ഒരാളും ഈവൻ കൈൻഡ് ഓഫ് എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ട്രേഡിങ്ങിലുള്ള ഒരു ഏറ്റവും വലിയൊരു ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേപ്പർ ട്രേഡ് ചെയ്യരുത് എന്ന് പറയും. ബട്ട് ആൾസോ റിയൽ ട്രേഡിങ്ങിലോട്ട് വരുന്നതിൻ്റെ മുന്നേ ഒരു ബെഗിനിങ് സ്റ്റേജിൽ കഴിഞ്ഞ് നിൽക്കുന്ന ആൾ പറയാവും പേപ്പർ ട്രേഡ് ചെയ്തിട്ട് വരണം എന്ന് പറയും. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഒരു ഒപ്പീനിയനുള്ള ഒരു സംഗതിയാണ് പേപ്പർ ട്രേഡും അതുപോലെ തന്നെ റിയൽ ട്രേഡും. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ റിയാലിറ്റി എന്താണ്, അത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ നിങ്ങളെ അറിയിക്കുക ഒരു എഡ്യൂക്കേഷൻ ഭാഗമായിട്ട്. അതാണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ, നോട്ട് അറ്റ് ഓൾ എനി തിങ്സ്. അത് ഞാൻ കടന്നു വന്ന ഓരോരോ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ പേപ്പർ ട്രേഡ് കഴിഞ്ഞ് റിയൽ ട്രേഡിലോട്ട് എത്തിയപ്പം എനിക്ക് എന്തൊക്കെ ഫീൽ ചെയ്തു, ഈവൻ പേപ്പർ ട്രേഡിൽ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് റിയൽ ട്രേഡിലുള്ളത്, ആൻഡ് എന്തൊക്കെ അവിടെ ഹിറ്റ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് ഒരു ഡിസ്കഷൻ അതാണ് ഞാൻ ഇതിൽ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് എല്ലാവരും പോലെ തന്നെ അറിയാലോ, എല്ലാവരും ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് ചെയ്യുന്നൊരു പരിപാടി ആയിരിക്കാം മേ ബി ഒരു 10K സംതിങ് ഒക്കെ ഒരു നമ്മളൊരു ട്രേഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു പരിപാടി ആയിരിക്കാം. പെട്ടെന്ന് പോയി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സംതിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പം ഒരു ട്രേഡ് എടുക്കാൻ വേണ്ട അതായത് നമുക്കൊരു ട്രേഡ് എടുക്കാൻ ഒരു ഓപ്ഷൻ ട്രേഡ് അല്ലെങ്കിൽ എന്ത് സംഭവം ആയിക്കോട്ടെ, അപ്പം സാധാരണ നമ്മളെല്ലാവരും ഭയങ്കര ഹൈപ്പായതും ഭയങ്കര എന്താ പറയുക അട്രാക്റ്റ് ആയതും ഓപ്ഷൻ ട്രേഡിങ്ങിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ബേസിക്കലി ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 1 ലോട്ട് മേടിക്കാനുള്ള ഒരു ആവറേജ് എമൗണ്ട് എന്നുള്ള രീതിയിൽ 10K ഒക്കെ ആഡ് ചെയ്തിട്ട്, അതായത് അറിയാമല്ലോ അന്നത്തെ ഒരു കണ്ടീഷൻ, അതായത് ഓൾമോസ്റ്റ് ഒരു കൊറോണ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയത്ത്, ലൈക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, കൊറോണ കഴിഞ്ഞ് ഓൾമോസ്റ്റ് റിക്കവറായി നിൽക്കുന്നൊരു സമയത്താണ്, കൊറോണയുടെ എല്ലാ ഫേസും കഴിഞ്ഞ് റിക്കവറി നിൽക്കുന്ന സ്റ്റേജിലാണ് ഞാൻ ഇതിലോട്ട് എൻ്റർ ആവുന്നത്. ലൈക്ക് ആ ഒരു സമയത്താണല്ലോ നമുക്കൊരു സമയം കിട്ടിയതും ആൻഡ് വീഡിയോസ് കാണാനും. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്തൊരു പരിപാടിയായിരുന്നു എന്ത്, ഒരു 10K ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പക്കാ ഒരു റിയാലിറ്റി, അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ, വേറെ ഒന്നും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നുള്ളൊരു ഈ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ തന്നെ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് ആൻഡ് ഫസ്റ്റ് 2-3 ദിവസം കൊണ്ട് ഇത് മൈനസായി ഓൾമോസ്റ്റ് ഒരു 5K എത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംതിങ് ഈസ് ഹോൾഡിങ് മീ. ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട്, എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ, ഞാൻ റിപ്പീറ്റായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു ആൻഡ് കോഴ്സസ് ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, 2-3 കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊരു കോഴ്സിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ബിക്കോസ് എനിക്കെന്തോ സംതിങ് ഇതിൻ്റെ ഒരു ബിഹൈൻഡ് എന്താണെന്നറിയുള്ള ഭയങ്കര ക്യൂരിയസ് ആണ്. ലൈക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സംതിങ്ങിനെക്കാട്ടി മോർ ദാൻ ഇതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ ബാക്ക് ബോൺ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയസ് കൊണ്ട് എന്തോ ഞാൻ അറ്റൻഡ് ചെയ്ത കോഴ്സ് കാര്യങ്ങൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അത് അവരോടുള്ള റെസ്പെക്റ്റീവ് കൊണ്ടല്ല, ലൈക്ക് എനിക്കെന്തോ സംതിങ് ഹോൾഡ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഈ ഒരു കാരണത്താൽ ഞാൻ എന്ത് ചെയ്തു, കോഴ്സുകൾ 2-3 അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാനൊരു എക്സാക്ട് മെത്തേഡ് എനിക്ക് ഫിറ്റായിട്ടുള്ള, അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ടുണ്ട്, അവർ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കാം. മേ ബി ചാർട്ടുമായിട്ട് നമുക്ക് ചാർട്ടിൽ നോക്കാണ്ട് തന്നെ സം കൈൻഡ് ഓഫ് സിഗ്നൽസ് വെച്ചിട്ട് വരെ അവർ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അപ്പം പല കോഴ്സുകളും അനൗൺസ് ചെയ്യുന്നതും അതായത് കോഴ്സിനെ കുറിച്ച് പറയുന്നവരൊക്കെ പറയുന്നൊരു കാര്യമാണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ഇൻഡിക്കേറ്റേഴ്സാണ്, അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ അറ്റ് ദി എൻഡ് നോക്കുമ്പോൾ ഇവരെല്ലാം വിന്നാവുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോയും കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്നുള്ള റിയലൈസേഷൻ അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട്, എനിക്ക് അണ്ടർസ്റ്റാൻഡബിളായിട്ട്, എനിക്കിതിൻ്റെ ബാക്ക് ബോൺ എന്താണെന്ന് അറിയുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നല്ലൊരു സ്ട്രാറ്റജി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഞാൻ എന്നിട്ട് അതിലായിട്ട് എൻ്റെ സ്റ്റിക്കിങ് ഓൾമോസ്റ്റ് ഒരു 2-3 months 4 months ഞാനത് ഫോളോ അപ്പ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, അതിലൊരു ഐഡിയോളജി കിട്ടി, അതെങ്ങനെ മാനേജ് ചെയ്യുന്നൊരു ഐഡിയോളജി എനിക്ക് കിട്ടി. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ട്രേഡ് തുടങ്ങണം, റിയൽ ട്രേഡ് ചെയ്യേണ്ട പേപ്പർ ട്രേഡ് ചെയ്യാനുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്ത് നമുക്കത് പരിശീലിക്കാൻ പറ്റും. അതായത് ഡെമോ ചെയ്തിട്ടുള്ളൊരു പരിപാടി, അതായത് പക്കാ റിയാലിറ്റി എന്നുള്ള രീതിയിൽ നമ്മളൊരു ഓപ്ഷൻ സ്ട്രൈക്ക് ചൂസ് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, ആ സ്ട്രൈക്ക് പുട്ടായിക്കോട്ടെ കോളായിക്കോട്ടെ നമ്മൾ ബൈ ചെയ്യുന്നൊരു കണ്ടീഷൻ, ഇതെല്ലാം ഒരു പക്കാ ഒരു റിയാലിറ്റി പോലെ ഫീൽ ചെയ്യുന്നൊരു ടെർമിനൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പല ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഒന്നെന്നല്ല. അപ്പോൾ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ആപ്ലിക്കേഷൻ ഞാൻ ചൂസ് ചെയ്തു, ഞാൻ തുടങ്ങി. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 1 year സംതിങ് ലൈക്ക് ദാറ്റ്
പേപ്പർ ട്രേഡിലും അത് 1.5 ഇയർ എന്തോ സംതിങ് ഉണ്ടെന്ന് പേപ്പർ ട്രേഡിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ ട്രേഡൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ, ഓക്കെ ദാറ്റ് ഇസ് ഗുഡ്. കാരണം പേപ്പർ ട്രേഡിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തില്ല, ഇമോഷണൽ ഹിറ്റ് വരത്തില്ല. ബിക്കോസ് അവിടെ ഞാനൊരു സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജ് പേപ്പർ ട്രേഡിൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ട്രേഡ് ഇങ്ങനെ വന്നു, നമ്മളൊരു സൈക്കോളജി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ട്രേഡിൽ പ്രീ അനാലിസിസ് നമ്മൾ മോർണിംഗ് വന്ന് അല്ലെങ്കിൽ തലേ ദിവസം എടുത്തു, ഓക്കെ ഇന്ന് നമുക്ക് പുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കോളാണ്, ഡയറക്ഷൻ ബൈ ഓർ സെല്ലാണ്, ഓക്കെ ഞാൻ എടുക്കുന്നു. പക്ഷെ ഞാൻ എടുക്കുന്ന ട്രേഡ് എടുക്കുന്നുണ്ട് ആൻഡ് എന്താ പറയുക, SL എന്നുള്ളൊരു കാര്യം അന്ന് കീപ്പ് ചെയ്യുന്നില്ല. 1:1 ഞാൻ മെയിൻറ്റെയിൻ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ ഒരിക്കലും ബാഡല്ല, ദാറ്റ്സ് എ ബെസ്റ്റ് ആൻഡ് അടിപൊളി റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ മേലെ വരെ ലോസ് പോയൊരു കണ്ടീഷൻ ഉണ്ട്. പേപ്പർ ട്രേഡാണല്ലോ, അപ്പോൾ നമ്മളത്ര കെയറിങ് എന്ന കെയർലെസ് ആയിട്ടുള്ളൊരു കാര്യമല്ല അത്, പേപ്പർ ട്രേഡ് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നോട്ട് ചെയ്ത് തുടങ്ങി ഓരോരോ ട്രേഡ്സ്. ഇപ്പോൾ നമ്മൾ അതായത് പൊതുവേ നമ്മൾ ട്രേഡ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഹാബിറ്റ് കൂടി നമുക്ക് മൈൻഡിൽ കയറും. അതായത് ലൈവ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ട്രേഡ് കാണുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഹാബിറ്റ് എനിക്ക് ഓൾറെഡി ഞാൻ പേപ്പർ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ സൈഡിൽ അത് ഉണ്ടായിരുന്നു, ഡെയിലി അത് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ വാച്ച് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, ഈവൻ പേപ്പർ ട്രേഡിലായാലും ഞാൻ എന്താ മിസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട്, അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്തു, അതനുസരിച്ചിട്ട് റൈറ്റ് എൻട്രീസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കി. ആൻഡ് അനദർ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് എടുത്ത് തുടങ്ങി. അതായത് SL ഒക്കെ ഒരു ടൈറ്റ് ഫിറ്റ് SL, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള SL എന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പം കുറേ ചേഞ്ചസ് വന്നു തുടങ്ങി. അതായത് നമുക്ക് ഇത്രയും സിമ്പിളാണോ ട്രേഡിങ് എന്നുള്ളൊരു ഒരു ഡൗട്ടിൻ്റെ ഉള്ളിൽ വന്ന്. ബിക്കോസ് അവിടെ എപ്പോഴും നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിയൽ ട്രേഡല്ല. പക്ഷെ എൻ്റെ ബ്രെയിനിൽ അത് ക്രിയേറ്റ് ആവുന്നത് ഓക്കെ അതെന്താ റിയൽ ട്രേഡല്ല, ഓക്കെ ഇനി ഇത് റിയൽ ട്രേഡ് ആകുമ്പോൾ എന്താ ഇതിങ്ങനെയാണ്. അതായത് സംതിങ് നമ്പേഴ്സുമായിട്ട് നമ്മളെ ആക്ച്വൽ മണി ആയിരിക്കും, സിമിലർ സ്ട്രക്ചർ ആയിരിക്കുമല്ലോ, സിമിലർ പാറ്റേൺ ആയിരിക്കുമല്ലോ, ആനുവൽ ഇഷ്യൂ വരില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് കെയർലെസ് ആയി തുടങ്ങി. ഇതെല്ലാവർക്കും വന്നിട്ടുള്ള കാര്യമായിരിക്കാം. കാരണം നമ്മളെന്ത് ചെയ്തു, ഓക്കെ അതായത് ട്രേഡ് ചെയ്ത് സെറ്റായപ്പം എൻ്റെ ഒരു ആക്യുറസി ഹൈ ആയി തുടങ്ങി. ബിക്കോസ് അവിടെ കാര്യങ്ങൾ, അതായത് ഈ ഒരു റിയൽ മണി എന്നുള്ളിടത്ത് പ്രഷർ ഇല്ലാത്ത പക്ഷം എൻ്റെ സൈക്കോളജി, എൻ്റെ കാര്യങ്ങൾ സ്ട്രോങ് ആയപ്പം കൺസിസ്റ്റൻസി എന്നുള്ളൊരു കാര്യം വന്നു തുടങ്ങി. അപ്പം ഞാൻ ഒന്നുകൂടി മോർ കോൺഫിഡൻ്റ് ആയി, നല്ല ഹൈലി കോൺഫിഡൻ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഗുഡ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു എൻട്രി മെത്തേഡ്സ്, അതായത് മാർക്കറ്റിലുള്ളൊരു റൈറ്റ് എൻട്രി മെത്തേഡ്സിനെ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. അതായത് ഈ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു എൻട്രി എടുത്തിട്ട് പെട്ടെന്ന് SL വരുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാവും. പേപ്പർ ട്രേഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ പൊസിഷൻ ക്ലോസ് ചെയ്യാം, നമ്മളെ ക്യാപിറ്റൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ്, പൈസ നമുക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു വളരെ ബാഡായിട്ടുള്ളൊരു ഹാബിറ്റ്സ് ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളെത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ എന്നെ തന്നെ അതിൽ നടന്നൊരു എക്സാക്റ്റ് ട്രാൻസ്പെറൻസി പോലെ എനിക്ക് പറഞ്ഞിരുന്നതാണ്. ആ ഒരു ഹാബിറ്റിന് എത്രത്തോളം എനിക്ക് പ്രോബ്ലം ആണ് എന്നുള്ളത് ഞാൻ റിയൽ ട്രേഡിലോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലതല്ല. കാരണം എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ടെങ്കിലും നല്ലതല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കുഴപ്പമില്ല, ഇനി റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ, അപ്പോൾ എനിക്ക് എൻട്രി റെഡിയാക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 1.5 years ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, റിയൽ ട്രേഡിലോട്ട് എത്തിയപ്പോഴാണ് ആക്ച്വലി ഹയാം എന്നുള്ളൊരു റിയലൈസേഷൻ വന്നു തുടങ്ങിയത്. എൻ്റെ ഉള്ളിൽ എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ട്, അത് ഈവൻ എൻ്റെ സ്ട്രാറ്റജി അല്ല, മോർ ദാൻ മീ ആണ് എന്നുള്ളത് റിയൽ ട്രേഡിലോട്ട് ഞാൻ വന്നതിന് ശേഷമാണ് എന്ത് മനസ്സിലാക്കുന്നത്, എക്സാക്ട്ലി ഞാൻ എന്താ എൻ്റെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ ട്രേഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നോട്ടം നേരെ പോകുന്നത് PNL എൻ്റെ നോട്ടം പോകുന്നത് PNL നോട്ട് ഇൻ ചാർട്ടിലോട്ട് എൻ്റെ നോട്ടം പോകുന്നില്ല, PNL എൻ്റെ നോട്ടം മൊത്തം. PNL എങ്ങനെയാണ്, അതാണ് എൻ്റെ ഒരു സൈക്കോളജി, എൻ്റെ ഒരു മൈൻഡ് സെറ്റിനെ തീരുമാനിക്കുന്നത് PNL, നോട്ട് അറ്റ് ഓൾ ചാർട്ട്സ്. ട്രേഡ് എടുക്കുന്നതിന് മുന്നേ അത്രയും നേരം ഞാൻ ചാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ട്രേഡ് എടുത്ത് കഴിഞ്ഞ പാടെ തന്നെ എൻ്റെ നേരെ മൈൻഡ് ഷിഫ്റ്റ് ആകുന്നത് PNL. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈച്ച് പോയിൻ്റ് ഞാൻ മനസ്സിലാക്കി ഹൂ ഐ ആം ആൻഡ് വാട്ട് ഐ ആം എന്നുള്ളത്. എൻ്റെ റിയൽ ട്രേഡിൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പേപ്പർ ട്രേഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പേപ്പർ ട്രേഡിലെങ്കിലും ഞാൻ നല്ല നല്ല ബിഹേവിയേഴ്സ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്ക് വന്നു. മനസ്സിലായോ? അപ്പം അത് ഈച്ചായിട്ട് ഓരോന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നു, എൻ്റെ മൈൻഡ് നേരെ പോകുന്നത് ട്രേഡ് എടുത്തതിന് ശേഷം PNL, നോട്ട് ഇൻ ചാർട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പോകുന്നില്ല. ഒരു റീട്രേസ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നു, ബൈ ട്രേഡ് എടുത്തിട്ടുള്ളത്, മാർക്കറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് മേലോട്ട് കയറി പോകുന്നു,
സം കൈൻഡ് ഓഫ് മൊമെൻറ്റത്തിൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം റീട്രേസ്മെൻറ്റ്. ഈ റീട്രേസ്മെൻറ്റ് എൻ്റെ മൈൻഡിലോട്ട് കണക്ട് ആവുന്നത് എന്താണ്, ദിസ് ഗോയിങ് ടു ഫെയിലിയർ, വന്ന് SL അടിക്കുന്നതാണ്. പക്ഷേ മോർ ദാൻ ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ കോസ്റ്റ് അല്ലെങ്കിൽ സംതിങ് ഒരു ലോസ് എടുക്കുന്നതിൻ്റെ എൻ്റെ ഒരു യൂഷ്വൽ SL എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് 70 പോയിൻറ്റ്സ് ആയിരുന്നു. അപ്പം ലോസ്, അപ്പം ഞാൻ ആയിരിക്കുന്നത് എന്താ, ഓക്കെ റിവേഴ്സ് വന്ന് എങ്ങനെ പോയാലും എനിക്ക് എന്ത് കൊടുക്കണ്ട, ഫുൾ ലോസിങ് കൊടുക്കണ്ട, ഹാഫെങ്കിലും ബുക്ക് ചെയ്യാം. പക്ഷേ മോർ ദാൻ ഇത് ഞാൻ ഹാഫ് ബുക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, സ്പോട്ടിൽ ഇത് റിവേഴ്സ് ചെയ്ത് പോകും. അപ്പോഴാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് എനിക്ക് എക്സ്പോസ് ചെയ്യുന്നത്. വാട്ട് ഐ ആം, ഹൂ ഐ ആം, എനിക്ക് എത്രത്തോളം ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് പല നെഗറ്റീവും വന്നു. ലൈക്ക് പേപ്പർ ട്രേഡ് ഇത്രയും കാലം ചെയ്തത് വെറുതെ ആയോ, ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയോ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവരും ചെയ്യുന്ന റിപ്പീറ്റിംഗ് പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ ഇത് എനിക്ക് കഴിയുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് പേപ്പർ ട്രേഡാണ് എനിക്ക് ഒരു ട്രേഡ് എടുക്കുമ്പം ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് ഒരു ട്രേഡ് നമ്മൾ ബൈ എടുത്തു, ഈവൻ മാർക്കറ്റിൽ നല്ലൊരു എന്താ പറയുക പ്രീമിയം, അതായത് ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പം എത്ര പെട്ടെന്ന് നമുക്ക് ടാർഗറ്റ് കിട്ടും, ആൻഡ് SL നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ഓൾമോസ്റ്റ് റിയലൈസേഷൻ നമ്മൾക്ക് പേപ്പർ ട്രേഡിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്യാണ്ടിരിക്കരുത്. പക്ഷേ ഒരിക്കലും പേപ്പർ ട്രേഡാണ് അതിൽ മണി ക്യാപിറ്റൽ നമുക്ക് കെയറിങ് അല്ല. ക്യാപിറ്റൽ നമുക്ക് ഇനിയിപ്പോൾ അഥവാ ലോസ് ആയാലും ട്രിഗർ ചെയ്യുക, അതായത് സംതിങ് ലോസ് ആയാലും നമുക്ക് റീസെറ്റ് ചെയ്ത് നമുക്ക് പൈലറ്റാം. എപ്പോഴും നമ്മൾ വിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ ട്രേഡിൽ എല്ലാം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ആ ഒരു ഹാബിറ്റ് ഇന്നായിരിക്കും നമ്മൾ റിയൽ ട്രേഡിലോട്ട് പോകുമ്പം വരിക. പക്ഷേ റിയൽ ട്രേഡിൽ എന്താ സംഭവിക്കുക, നമുക്ക് പൈസനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇമോഷൻ ആൻഡ് നമ്മുടെ SL, നമ്മളെ മൈൻഡ് സെറ്റ്. പേപ്പർ ട്രേഡിൽ അങ്ങനെയല്ല. പേപ്പർ ട്രേഡിൽ നമുക്ക് പൈസ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേപ്പർ ട്രേഡ് ചെയ്യണ്ടെന്നല്ല, പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ക്രിയേറ്റ് ചെയ്യരുത്. ലൈക്ക് എൻട്രി പോയിൻറ്റ്സിനെ കെയർ ചെയ്യാണ്ടിരിക്കരുത്. എൻട്രി പോയിൻറ്റ്സ് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പല ട്രേഡേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. മാർക്കറ്റിൽ അങ്ങനെ എൻട്രി അവൈലബിൾ ഇല്ല, മാർക്കറ്റ് ഓൾവേസ് എൻട്രി ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ ഒരു എന്താ പറയുക സ്മോൾ സ്കെയിൽ ട്രേഡേഴ്സാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ SL എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് എൻട്രി പൊസിഷൻ അത്രയും പെർഫെക്റ്റ് ആക്കണം നമുക്ക്. അപ്പോൾ എൻട്രി പൊസിഷൻ പെർഫെക്റ്റ് ആക്കുമ്പോഴേ നമ്മൾ വളരെ ഒരു പേഷ്യൻറ്റോട് പോയിട്ടുള്ളൊരു ട്രേഡറായിട്ട് മാറുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ ട്രേഡിൽ ഇതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റിയൽ ട്രേഡിലോട്ട് വരുമ്പോഴാണ് എവരി ഈച്ച് വാട്ട് ആർ യു, ഹൂ ആർ യു എന്നുള്ളൊരു റിയലൈസേഷൻ മാർക്കറ്റിങ്ങിനെ എക്സ്പോസ് ചെയ്യും നമുക്ക്. നീ എത്രത്തോളം നിന്നെ കറക്റ്റ് ചെയ്യാണ്ട് എന്നുള്ളത് റിയൽ ട്രേഡിലോട്ട് വരുമ്പോൾ മാർക്കറ്റിങ് കാണിച്ചു തരും. റിയൽ ട്രേഡിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അവിടെ പോയിട്ട് ഇപ്പോൾ പേപ്പർ ട്രേഡിൽ ഞാൻ ലോസ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മൈൻഡ് സെറ്റിനെ, എൻ്റെ ബ്രെയിനിനെ സമാധാനിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യും, മേ ബി ഞാൻ അങ്ങ് അക്കൗണ്ട് റീസെറ്റ് ചെയ്യും, എൻ്റെ പഴയ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ ഞാൻ എത്തിക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കത് ഓപ്പൺലി പറയാൻ പറ്റും. ഓക്കെ, എനിക്കതിൻ്റെ ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൈൻഡ് ഓഫ് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ടെമ്പററി സൊല്യൂഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കം ടു ദ റിയൽ ട്രേഡ് എൻ്റെ സ്റ്റോറി ചേഞ്ചാണ്. ബിക്കോസ് അവിടെ ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി സോറി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ക്യാപിറ്റൽ റീസെറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ പറ്റില്ല. അവിടെ വിത്ത് അവർ SL പോയിൻ്റാണ് നമ്മൾ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കിനും നമ്മൾ പേ ഓഫ് ചെയ്യുന്നത്. നമ്മൾ ലോസ് വരുമ്പം നമ്മളവിടെ പേ ഓഫ് ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്, നമ്മളെ SL പോയിൻറ്റ്സ്, നമ്മൾ ഇന്നെടുക്കുന്ന റിസ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന പേ ഓഫ്. മനസ്സിലായോ? ഇനിയിപ്പോൾ നിങ്ങൾ പോയിട്ട് കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ബിഗിനറാണെന്ന് വെച്ചോ, ബിഗിനറാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് കമ്പനിയിൽ സം കൈൻഡ് ഓഫ് ഒരു പ്രോബ്ലംസ് വന്ന് ബിഗിനർ സ്റ്റേജ് എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും കമ്പനി എന്ത് ചെയ്യും, നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ട് ഓക്കെ മിസ്റ്റേക്കിനെ ആവർത്തിക്കരുത്, ഈ പ്രാവശ്യം ശ്രമിച്ചു, മേ ബി അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാലും അറിയാലോ ഒരു ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ ഹയർ ലെവലിലെടുത്തുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നിങ്ങളെ മാനേജേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കേൾക്കും. പീക്ക് പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുള്ളൂ, ജോലി നഷ്ടപ്പെടുള്ളൂ. ബട്ട് ട്രേഡിങ് അങ്ങനെയല്ല. ട്രേഡിങ്ങിൽ നിങ്ങൾ ചെയ്യുന്ന എത്ര എക്സ്പേർട്ട് ആയിക്കോട്ടെ, എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, എത്ര ബിഗിനർ ആയിക്കോട്ടെ, അവിടെ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കിന് നമ്മൾ കൊടുക്കുന്ന പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ലോസ്. പിന്നെ മിസ്റ്റേക്കുകൾ എന്നുള്ള കാര്യം അത് സ്റ്റാർട്ടിങ് സ്റ്റേജിലേ വരുള്ളൂ. എൻഡിങ് സ്റ്റേജ് എക്സ്പേർട്ട് ആവും തോറും മിസ്റ്റേക്കിൻ്റെ ഒരു നമ്പർ ഓഫ് മിസ്റ്റേക്സ് വളരെ കുറഞ്ഞു വരും.
വരില്ല എന്നല്ല, ബിക്കോസ് വി ആർ ഹ്യൂമൻസ്, നോട്ട് അറ്റ് ഓൾ എ റോബോട്ട്. സോ മിസ്റ്റേക്സ് വരും. അപ്പോൾ ഇതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് മാക്സിമം നമ്മൾ ക്ലിയർ ആക്കി വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റിയൽ ട്രേഡും പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ചേഞ്ചാണ്. ഒരിക്കലും നമുക്ക് പേപ്പർ ട്രേഡിൽ റിസൾട്ട് കണ്ടിട്ട് റിയൽ ട്രേഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺഫിഡൻ്റ് ആകാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ മേക്ക് സം കൈൻഡ് ഓഫ് ഗുഡ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ പേപ്പർ ട്രേഡ് തന്നെ നല്ല നല്ല ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് റൈറ്റ് സോണിൽ എൻട്രി എടുക്കുക, എസ് എൽ ഒരു എസ് എല്ലിൽ പ്ലേസ് ചെയ്യുന്നത് ഒരു ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക, എസ് എല്ലിനെ മോഡിഫൈ ചെയ്യാണ്ട്. കാരണം ഞാൻ പേഴ്സണലി എസ് എൽ ട്രെയിൽ ചെയ്യുന്നൊരു കൂട്ടത്തിലൊരാളല്ല ഞാൻ. എനിക്ക് മുന്നേ അങ്ങനെ ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ഓഫ് ചെയ്തതാണ്. ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ പറഞ്ഞാൽ എസ് എൽ ഞാൻ ട്രെയിൽ ചെയ്യാറില്ല. എന്തോ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ എല്ലാം ട്രേഡിങ്ങിൻ്റെ നെറ്റ് ഞാൻ കാണുന്നത് പ്രോബബിലിറ്റിയാണ്. അതുകൊണ്ട് എസ് എൽ ഞാൻ വല്ലാണ്ട് ട്രെയിൽ ചെയ്യാൻ നിൽക്കാറില്ല. ബിക്കോസ് എൻ്റെ റിസ്ക് റിവാർഡും ഓൾമോസ്റ്റ് 1:3 ആയതുകൊണ്ട് എനിക്ക് എസ് എൽ ട്രിഗർ ചെയ്തിട്ട് എനിക്ക്, അതായത് എസ് എൽ ട്രെയിൽ ചെയ്തിട്ട് കോസ്റ്റ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു ഇത് കണ്ടുപിടുത്തേണ്ട ആളല്ല. സോ പേഴ്സണലി ഞാൻ എസ് എൽ ട്രെയിൽ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ട്രെയിൽ ചെയ്യേണ്ടെന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹാബിറ്റ്സൊക്കെ എവിടെ ക്രിയേറ്റ് ചെയ്യാം? പേപ്പർ ട്രെയിൽ ക്രിയേറ്റ് ചെയ്യാം. പേപ്പർ ട്രെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് 100% റിയൽ ട്രെയിലോട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ബ്രെയിനിൽ സ്റ്റോർ ആവുന്നത് ഒരു ഹാബിറ്റായിട്ടാണ്. അപ്പോൾ ഈ ഹാബിറ്റ്സ് എന്ത് ചെയ്യും? ഇവിടെയും വരും. ഇപ്പോൾ കം ടു ദ റിയൽ ട്രേഡ് എന്ന് വരുമ്പോൾ അവിടെ ഓൺ മണിയാണ്, സ്വന്തം പൈസ എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവിടെ നമ്മൾ മൈൻഡിൽ വരിക. അപ്പം എവരി സിംഗിൾ ഡ്രോപ്സ്, ക്യാപിറ്റൽ കുറയുന്നതും ക്യാപിറ്റൽ ഡ്രോബാക്ക് ആവുന്നതൊക്കെ നമ്മളെ പേഴ്സണലി മെൻ്റലി എല്ലാ രീതിയിലും നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പം ഹാബിറ്റ്സ് കുറച്ചുണ്ട് എന്നുണ്ടെങ്കിൽ റിയൽ ട്രേഡിൽ നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഒരിക്കലും ഞാൻ പേപ്പർ ട്രേഡിങ്ങിനെ ഒരിക്കലും ഞാൻ ബ്ലെയിം ചെയ്യത്തില്ല. ബിക്കോസ് പേപ്പർ ട്രേഡ് ഉണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ബയ്യർ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലർ, ഞാൻ പേഴ്സണലി ഓപ്ഷൻ ബയ്യർ സെല്ലെന്ന് പറയാൻ കാരണം ഞാനത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരിക്കലും ഞാൻ ബിഗിനറായിട്ടൊരു ട്രേഡിങ്ങിലോട്ട് വരുന്ന ഒരാളെ നേരെ വന്നിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് വന്നു ഞാൻ പറയത്തില്ല. ബിക്കോസ് ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ഒരു റിയലൈസേഷൻ കിട്ടണം. അതായത് സംതിങ് നമുക്ക് പറ്റുന്ന പരിപാടിയാണെന്ന് ആദ്യം നോക്കണം. ട്രേഡിങ്ങിൽ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ് മാത്രമല്ല ഉള്ളത്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്ലോ പേസ് ഉണ്ട്. ഓരോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ അതിനുള്ള സമയമെടുക്കും, സ്വിംഗ് ട്രേഡ് ആയിക്കോട്ടെ സമയമെടുക്കും. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും സ്ട്രിക്ട്ലി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പറ്റിയൊരു പരിപാടിയാണെന്ന് ഞാൻ പേഴ്സണലി പറയുള്ളൂ. എനിക്കും ഒരുപാട് ടൈം എനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ടൈം സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ നോക്കുമ്പം പ്രോബ്ലം കിടക്കുന്നത് എൻ്റെ സ്ട്രാറ്റജിയിലല്ല. സ്ട്രാറ്റജിയൊക്കെ വളരെ പെർഫെക്റ്റാണ്. ബിക്കോസ് നമ്മൾ അറ്റ് ദി എൻഡ് ട്രേഡിങ്ങിൽ എന്താ മനസ്സിലാക്കുന്നത്? കോമ്പിനേഷൻ ഓഫ് പ്രോബബിലിറ്റി, റൈറ്റ് പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൽ റിസ്ക് റിവാർഡ് വെച്ചിട്ട് ട്രേഡ് എടുത്ത് ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അറ്റ് ദി എൻഡ് ഇതാണ് ട്രേഡിങ്. അത് ഏത് ട്രേഡർക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് വരുന്ന ട്രേഡർ പറയും ഓക്കെ സ്ട്രാറ്റജി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റാക്കാം, അതാക്കാം ഇതാക്കാം. പക്ഷെ അതല്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് റിയൽ ട്രേഡും വേഴ്സസ് പേപ്പർ ട്രേഡും, ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാനിവിടെ അറിയിച്ചിട്ടുള്ളത്. സോ ട്രൈ ടു ഡു നല്ല ഹാബിറ്റ്സ് പേപ്പർ ട്രേഡിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് റിയൽ ട്രേഡിലോട്ട് വരുമ്പം അതിൻ്റെ ഒരു 70 to 80% നമുക്ക് അത് കൊണ്ട് മാക്സിമം കീപ്പ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ അതിന് നല്ല ഹാബിറ്റ്സ് എന്ത് ചെയ്യുക? പേപ്പർ ട്രേഡിൽ ചെയ്യുക. റിയൽ ട്രേഡ് ഇങ്ങനെയാണെന്നുള്ള റിയലൈസേഷൻ ആദ്യം ഉണ്ടാക്കി വെക്കുക. യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് കാര്യങ്ങൾ അത് ഇതിലൊന്നും ഫോളോ ചെയ്യാണ്ട് അതൊരു കൈൻഡ് ഓഫ് ഒരു എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് യൂട്യൂബിൽ കാണുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, റിയൽ ട്രേഡും പേപ്പർ ട്രേഡും ചെയ്യുമ്പോഴൊരു ഡിഫറൻസ്. ഇന്നിപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡിസ്കഷനാണ്. ഓക്കെ, താങ്ക് യു ആൾ.